നാട്ടിൽ ഞങ്ങൾ ലീവിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ വന്നിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. അപ്പം അന്ന് ഞങ്ങൾക്ക് യാത്രക്കിടയിൽ ഞങ്ങൾ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ അനിയത്തിൻ്റെ വീട്ടിലൊന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നേരെ വന്നത് വീട്ടിലേക്കാണ്. അപ്പോഴാണ് ഞാൻ ശരിക്കും എൻ്റെ വീടിൻ്റെ അവസ്ഥ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി. കാരണം പഴയ വീട്ടിനെ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങൾ വന്നതറിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലെത്ത അതിനിടയ്ക്ക് ഞങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്ന 2 ദിവസം ഞാൻ ഇവിടെ ആയിരുന്നു താമസം. പക്ഷേ എനിക്ക് യാത്രാക്ഷീണവും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും ഒന്നും പിടിക്കാത്ത കാരണം ഞാൻ മൊത്തത്തിൽ ടയേർഡായിരുന്നു. അത് കാരണം ഞാൻ വീടൊന്നും കറക്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കും കുക്കുവിനും തീരെ വയ്യായിരുന്നു ഇവിടെ വന്ന സമയത്ത്. കാരണം മഴയും മഞ്ഞും എല്ലാം കൂടിയായിട്ട് മൊത്തത്തിൽ ഞങ്ങൾക്ക് ക്ലൈമറ്റ് പിടിക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അനിയത്തിക്കും മക്കൾക്കും ആയി അസുഖങ്ങൾ. പിന്നെ ഞങ്ങൾ നേരെ ഉമ്മാൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് നേരെ പിന്നെ തിരിച്ചു പോകുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ വരുന്നത്. ഇപ്പോഴാണ് ഞാൻ എൻ്റെ വീട് ശരിക്കും കാണുന്നത്. ആൾതാമസം ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഇത്ര തന്നെ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. ഇതിപ്പോൾ ആൾതാമസം കൂടി ഇല്ലാത്തതുകൊണ്ട് ആകെ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയി. വീട്ടിൽ 2 കിണറുണ്ട്. അതിൽ ഒരു കിണറാട്ടോ അത്. ഒരു കിണർ കുഴൽ കിണറാണ്. 2 യൂസ് ചെയ്യുന്നില്ല. ഈ കിണറിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. കാരണം മുറ്റത്ത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെ ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്ത കിണറിൽ. അതിപ്പോൾ ആ വെള്ളം കെട്ടി നിൽക്കണൊക്കെ ആ കിണറ്റിലോട്ട് പോയിക്കോളും. കുറച്ച് വെള്ളമൊക്കെ എപ്പോഴും ഉണ്ട് അതിൽ. പക്ഷെ വേസ്റ്റാണ് കൂടുതൽ ഞങ്ങൾ അതിലിടാറുള്ളത്. മുറ്റത്ത് അടിച്ചു വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ. കാരണം അപ്പുറത്തെ തൊടിയിലിടാൻ ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കിണറ്റിലാണ് ഇടാറുള്ളത്. കുഴൽ കിണറിനെ ശരിയാക്കിയിട്ട് ഈ കിണറിനെ മൂടണം എന്നാണ് ആഗ്രഹമുള്ളത്. എന്നാണ് ശരിയാവുന്നൊന്നും അറിയില്ല. പിന്നെ ഒന്നാമത് ഇവിടെ ആൾതാമസമില്ലല്ലോ, അതാണ് മെയിൻ പ്രശ്നം. വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഗ്രില്ല് ഇപ്പോൾ അടുത്തോട്ട് വെച്ചിട്ട്. ഇപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് വന്ന സമയത്ത്. കാരണം അവിടെ പട്ടികൾ താമസം ഉണ്ടായിരുന്നു ഞങ്ങളില്ലാത്ത കാരണം. ഇവിടെ വെറും സിറ്റ് ഔട്ട് പോലെ ആയിരുന്നു. ഞങ്ങൾ വന്നിട്ട് പട്ടികളെ ശല്യം കുറയാത്തത് കാരണമാണ് ഞങ്ങൾ അവിടെ ഗ്രില്ലിട്ടത്. വീടിനകത്ത് കയറിയപ്പോൾ വല്ലാണ്ട് വൃത്തികേടും കാര്യങ്ങളൊന്നും തോന്നില്ല. പക്ഷേ ഈ ഉപയോഗിക്കാത്ത കാരണം ആകെ പൊടി പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. പിന്നെ നല്ലോണം മറ്റേ ചെതലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വേറെ വല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പക്ഷെ എന്തോ പഴയ വീടിന് മൊത്തത്തിൽ അങ്ങോട്ട് നഷ്ടപ്പെട്ട പോലെ തോന്നി എനിക്ക്. ഇപ്പം അടുത്താണ് അനിയനെ ഇവിടുന്ന് പോയത്. അതുവരെ അനിയന് ഇവിടെ താമസം ഉണ്ടായിരുന്നു. അനിയൻ താമസിച്ചാൽ അവനെ കൊണ്ട് ശരിയാക്കാനൊന്നും പറ്റില്ലല്ലോ. അവന് എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ ഉണ്ടാക്കുക, കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലാതെ ക്ലീനും കാര്യങ്ങളൊന്നും അവൻ ചെയ്യൂല. അപ്പോൾ ഇതാണ് എൻ്റെ ശരിക്കുള്ള വീടിൻ്റെ അവസ്ഥ. അതായത് ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ. കാരണം ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കൊട്ടാരം അല്ലെങ്കിലും ഉള്ളത് സ്വർഗമായിരുന്നു ഞങ്ങൾക്ക് വീട്. അന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഉമ്മാക്ക് ലീവുള്ള സമയങ്ങളിൽ നാട്ടിൽ വരും. അനിയത്തിമാരൊക്കെ ഒന്നിച്ച് ഇവിടെ നിൽക്കാറുണ്ട്. അപ്പോൾ അടുക്കളയിൽ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. അതൊക്കെ പാക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അതിനിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം 2 കിണർ ഞാൻ യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം എവിടുന്നാണ് ഉപയോഗിക്കണമെന്നുള്ളൊരു ചോദ്യചിഹ്നം വരികയാണെങ്കിൽ അതായത് ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കുടിക്കാൻ വെള്ളം എടുക്കുന്നത്. അവരുടെ വീട് തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. സ്വന്തമായിട്ട് വീട് വെച്ചതല്ല, വീട് വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ അതോടെ ഈ വീഡിയോ ക്ലോസ് ചെയ്യാൻ. ടാറ്റാ.